ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഒരു കപ്പോളം ചെറുപയർ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൂടെ ഒരു അരക്കപ്പോളം അവിലും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പൊളി ഒരു ഐറ്റം ആണ്, ഹെൽത്തിയും ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ട് നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പോളം ചെറുപയർ ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. ഒരു 5-6 മണിക്കൂറൊന്നും കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഉറപ്പായിട്ടൊന്ന് ചെയ്തേക്കണേ. കുതിർത്തെടുത്ത ചെറുപയർ തന്നെ ചേർക്കാൻ ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു അരക്കപ്പോളം അവിലും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഇവിടെ വെള്ള അവിലാണ് ചേർത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള അവിൽ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് ഫസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഇപ്പോൾ ദാണ്ട ഞാനൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ടോട്ടൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം അരക്കപ്പിൽ അരച്ചെടുത്തിട്ട് വീണ്ടും ഒരു അരക്കപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് എടുത്ത് കൊണ്ടുവരണേ. അപ്പം ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണുള്ളത്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിലും താഴെയായിട്ടേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ദോശയുടെ ഒക്കെ ബാറ്ററിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇത് വേണ്ടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഞാനിവിടെ നമ്മുടെ സാധാരണ വീട്ടിലെപ്പോഴും കാണുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു സവാളയുടെ പകുതി ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഈ കുറച്ച് ക്യാപ്സിക്കം ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആണ്. ഇപ്പം ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് വീണ്ടും ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നമുക്കിത് പെട്ടെന്നൊക്കെ ഒരുപാട് സമയമൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ ഈ ചെറുപയർ കുറച്ച് സമയം മുന്നേ ഒന്ന് കുതിർത്ത് വെക്കണം, അത്രേ ഉള്ളൂ. ഒരുപാട് സമയം ഇല്ലെങ്കിൽ 1 മണിക്കൂറൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്താലും മതി. അപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പാനിലോട്ട് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ നെയ്യ് കുറച്ച് മോനൊക്കെ കഴിക്കുന്നുണ്ട്, കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പം ഇനി ഇതിലേക്ക് സാധാരണ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ മാവൊഴിച്ച് ചുറ്റിച്ച് അങ്ങ് ചുട്ടെടുത്താൽ മതി. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. ഇടയ്ക്കെങ്കിലും കുട്ടികൾക്കൊക്കെ നമ്മളിതൊന്ന് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ നമ്മളും കഴിക്കുന്നത് നല്ലതാണ്. ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് പ്രയോജനപ്പെടും കേട്ടോ ഇങ്ങനത്തെ ദോശയൊക്കെ. ഇതൊരു സൈഡ് ആകുമ്പോഴത്തേനും തിരിച്ചിട്ട് ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്കിത് ചെറുതോ വലുതോ ഒക്കെ ആയ ദോശയാക്കി എടുക്കാം. ഞാൻ വളരെ ചെറിയ ചെറിയ ദോശയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ദോശയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. പിന്നെ ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. നമുക്ക് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.